ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് കൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്റെ കൂടെ നമ്മുടെ സായി ഉണ്ട്. സായി പറയും ഹുബ്ലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അഡ്ജസ്റ്റ് ആയി വരുന്നാളോ ഒരു ചങ്ങാതി കൂടെ പോകുന്നുണ്ട്. ആ ചങ്ങാതിനെ കാണിച്ചു തരാം. ആള് പോയി ഗൈസ്. അപ്പോ നമ്മളിപ്പോ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ കുറെ വർക്ക് ചെയ്തിട്ട് എന്ത് കാര്യം ഗൈസ്? കുറെ മുതലാളി കുത്തകളുള്ള തെറിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജീവിക്കണോ? നമ്മളാരും കുത്തുന്നില്ല, വേണ്ടവര് നമ്മളെ കുത്തും. നമ്മള് പാവങ്ങൾ ഗൈസ്. എന്താണ് നമ്മുടെ കോർപ്പറേറ്റീവ് ലൈഫിനെ കുറിച്ച് പറയാനുള്ളത്? അതായത് അതെ, ചില ആൾക്കാർക്ക് ജീവിച്ചു വെച്ചുള്ളൂ. പക്ഷെ ചില ആൾക്കാർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നിർത്തിപ്പോവും. അവിടെ ഈഗോ. ചില റീൽസ് ഒക്കെ ഉണ്ടല്ലേ? വേറെ എന്തെങ്കിലും വീട് വിട്ട് കോർപ്പറേറ്റ് ലൈഫിൽ ദൂരത്ത് പറയാം. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് റിസൈൻ ചെയ്തിട്ട് ബാക്കി പറയാം. അപ്പൊ ഓക്കെ ബൈ ബൈ. അപ്പൊ അടുത്ത വീഡിയോ കഴിഞ്ഞു, ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ കർണാടകയിൽ വന്നു. കർണാടകയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? കർണാടക കുറെ നല്ല മലകളും അതെ പിന്നെ കുറെ വെള്ളച്ചാട്ടങ്ങളും. അതെ. അപ്പൊ നമ്മൾ ഈ വെള്ളച്ചാട്ടും മലകളും കൂടെ ആഘോഷിക്കാൻ പോകുമ്പോ ചില ആൾക്കാർ നമ്മളെ ആഘോഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല. എന്നാലും എന്താ പറയാ, അവിടെ അല്ലേ നേരണോ? ഗൈസ് ഇവിടെയാണ്, ഈ വഴിയാണ്. അല്ല, ആ വഴി പോവാ. ഞങ്ങൾ വഴി തെറ്റുകയാണ് ഗൈസ്. ഇപ്പോൾ വഴി തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഴയാണ്, നല്ല മഴ ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇത് ഞങ്ങൾ ഒരു ഡെയിലി വ്ളോഗായിട്ട് ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ ഇതിപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടുന്നുള്ളൂ. അപ്പോൾ ഇതിന് സപ്പോർട്ട് കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ഡെയിലി വ്ളോഗ്സിലെ ഡെയിലി നമ്മൾ ജോലിക്ക് പോകുന്നു. പിന്നെ ജോലി പോയി കഴിഞ്ഞാൽ അവിടെ കട്ട് ചെയ്യും. പിന്നെ ഇടയിലൊരു കോൾ വന്നു. വീട്ടിൽ നിന്ന് മമ്മി വിളിച്ചാണ് വെള്ളം കോരാൻ പോയത്. അത്രേ കണ്ടിന്യൂഷൻ പോയി. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഗസ്റ്റ് ഹൗസിക്കല്ലേ? നമ്മൾ ഗസ്റ്റ് ഹൗസിക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. അതെ, ഇവിടെ വഴിയിൽ ഫുള്ള് നേരെ പോകും. അവിടെ വെള്ളമാണ് ഗൈസ്. വെള്ളം ചവിട്ടി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പ്രശ്നമാകും. എല്ലാവരും നോക്കണം കേട്ടോ. നമ്മൾ ഡെയിലി വ്ളോഗ് നോക്കാൻ വേണം. അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ് ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഇത് നമുക്ക് സിമ്പിൾ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വേണ്ട. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് കോപ്പറേറ്റ് വരും. ഇതിൻ്റെ 2-3 വീഡിയോസ് ബ്ലോക്ക് ചെയ്തു. വയ്യ. അപ്പോൾ അയാൾ പറഞ്ഞു വരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട്. ഒന്ന് മഹാരാഷ്ട്ര വരെയാണ് പറക്കണത്. പക്ഷെ വയ്യ കേട്ടോ, ഒരു കമ്പനി ലീവ് എടുത്തില്ല. ശരിക്കും കമ്പനി ലീവ് വന്നില്ല. നമുക്ക് ലീവ് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു LOP എടുത്തതിന് ക്ഷീണം മാറിയിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം LOP എടുക്കണ്ട. നമുക്ക് നാളെ പോയിട്ട് റിസ്ക് എടുത്തിട്ട് നാളെ പോകും. അത് മഹാരാഷ്ട്ര എത്തണം കേട്ടോ. ഇവിടുന്ന് ഏകദേശം 10-13 മണിക്കൂറാണ് മഹാരാഷ്ട്രയ്ക്കുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു വരാമല്ലോ. അപ്പോൾ അതൊന്നും വിഷയമില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു അതെ AC. പക്ഷെ ആ ഏരിയയിൽ ബസ്സില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ക്രെയിൻ ഗൈസ്, ഇവിടെ ക്രെയിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത്